രാഹുൽ ഗാന്ധിയുടെ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ BJP-ക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു രംഗമുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, കേരളത്തിൽ നിന്നൊരു ദേശീയ BJP നേതാവ് ലഭ്യമായിരിക്കുകയാണ്. ബി ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്ലേ ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത് കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ വോട്ട് ജയിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെ അടിവരയിടുന്ന വാക്കുകളാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് അത് തമാശയായിട്ട് എടുക്കാം, പക്ഷേ തമാശ മാത്രമായിട്ട് എടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഗോപാലകൃഷ്ണൻ തമാശ പറയുന്നതല്ല, ഗോപാലകൃഷ്ണൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. പക്ഷേ എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തമാശയായിട്ട് ബി ഗോപാലകൃഷ്ണൻ വളരെ നെയ്വായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സംഘപരിവാറിൻ്റെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്നതും പുറത്ത് പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം മുമ്പ് കേസിലൊരു ലേഖനം എഴുതിയിരുന്നു, കൊല്ലേണ്ടത് ഗാന്ധിയായിരുന്നില്ല നെഹ്റുവിനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ട് മാറി വെടിവെച്ചു. ഗാന്ധിവധത്തെ തുടർന്ന് RSS നിരോധിക്കപ്പെട്ടതാണ്. ഗാന്ധിവധത്തിൻ്റെ പാപഭാരം ചുമക്കുന്നൊരു സംഘടനയാണ് RSS. ഗാന്ധിവധത്തിൻ്റെ പേരിലാണ് അവർ പഴി കേൾക്കുന്നത്. ഗാന്ധിവധം കൊണ്ടാണ് അവർ ദീർഘകാലം ഒരു 19 വർഷത്തോളം സ്വാതന്ത്ര്യത്തിന് ശേഷം 19 വർഷത്തോളം അവർക്ക് പൊതുധാരയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടിരുന്നത്. RSS ഇപ്പോഴാണ് സ്വീകാര്യരാകുന്നത്. ഇപ്പോൾ അവരെ നമ്മൾ സ്വീകരണ മുറിയിൽ ഇരുത്തുന്നുണ്ട്. മുമ്പ് മുറ്റത്തിന് പുറത്താണ് നിർത്തിക്കൊണ്ടിരുന്നത് RSSനെ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലുണ്ടായിരുന്നില്ല അവർ. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയണം കൊന്നത് ഞങ്ങളാണ് കൊന്നത് എന്ന രീതിയിൽ. അതായത് നഥുറാം വിനായക് ഗോഡ്സെ RSSകാരനാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് RSS കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൊന്നത് നെഹ്റുവിനെ ആയിരുന്നു കൊല്ലേണ്ടത് എന്ന് അദ്ദേഹം ലേഖനം എഴുതുന്നത്. അതേ ഗോപാലകൃഷ്ണൻ നമ്മളെന്താണ് തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ വിജയാഹ്ലാദപ്രദത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേ നരലിൻ്റെ പാട്ടിൽ ഡാൻസ് ചെയ്യുന്ന സീൻ കാണാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധഗതിയാണ് ഇത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടു വോട്ട് ചെയ്യിപ്പിക്കും എന്നുള്ളത്. ഉള്ളിലൊന്നും വെക്കൂല, ഉള്ളിലൊന്നും അദ്ദേഹം പറഞ്ഞു പോകും. അത് എങ്ങനെ പറയാം? ഈ എത്ര നേരം ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും നമുക്ക്? എത്ര നേരം നമുക്ക് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോകും. അസ്വാഭാവികമാണ്. ഗോപാലകൃഷ്ണൻ കുറേ കൂടി ശുദ്ധഹൃദയനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് വളരെ നിർണായകമായ ഒരു ടെസ്റ്റിമണിയാണ്. എങ്ങനെയാണ് അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഒഴിവാക്കുന്ന ഒരു ടെസ്റ്റിമണിയായിട്ട് തന്നെ കാണാം. ഞങ്ങൾ പുറത്തുനിന്ന് വോട്ട് ചേർക്കുന്നുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. അദ്ദേഹം സമ്മതിക്കാതിരിക്കാൻ കാര്യമൊന്നുമില്ല. കാരണം അത് തെളിയിച്ചതാണ്, നമ്മൾ മാധ്യമങ്ങൾ തന്നെ തെളിയിച്ചതാണ് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ. പക്ഷെ പ്രശ്നം അപ്പോഴും അവിടെ നിൽക്കുകയാണ്. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കേരളം പോലെ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ളൊരു സംസ്ഥാനത്ത്, എല്ലാ ബൂത്തിലും ബൂത്ത് ഏജൻറ്റുമാരുള്ള, എല്ലാ പാർട്ടികൾക്കും ബൂത്ത് ഏജൻറ്റുമാരുള്ള ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടാകുന്നു. ഓക്കെ, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് തന്നെ നടന്നു കരുതുക. ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നതെന്താണ്, ഡ്രാഫ്റ്റ് വന്നപ്പോൾ അതിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പരാതി പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോഴും അതിൽ ധാരാളം കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്ന് LDF തിരിച്ചറിഞ്ഞു. LDF രേഖാമൂലം പരാതി കൊടുക്കുന്നു ഭരണാധികാരിക്ക്. ഭരണാധികാരി പരാതി കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യും എന്ന് ഭരണാധികാരി മറുപടി കൊടുക്കുന്നു ഔദ്യോഗികമായി. ഓക്കെ, അപ്പോൾ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുണ്ട്. ഒരുവിധം കള്ളവോട്ടുകളൊക്കെ അവിടുത്തെ LDFൻ്റെ ബൂത്ത് ഏജൻറ്റിന് മനസ്സിലാവുമല്ലോ, തൻ്റെ ബൂത്തിൽ ഇന്ന കള്ളവോട്ടാണ്, ഇതൊക്കെ ഉള്ള വോട്ടാണ്. ഇവരുടെ കൺമുമ്പിലൂടെ കള്ളവോട്ടുകൾ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്തപ്പോൾ ഇവർ ഒബ്ജക്ഷൻ വെച്ചോ? അതല്ല, ഇവരുടെ വോട്ട് വേറെ ആരെങ്കിലും ചെയ്തോ? വോട്ട് മനുഷ്യർ തന്നെയാണോ ചെയ്തത്? ഈ EVMൽ ഈ ആളുകൾ മറ്റാരെങ്കിലും ഫേക്കായിട്ട് ആരെങ്കിലും വന്ന് അതിൽ വിരലമർത്തി വോട്ട് ചെയ്യുകയാണോ ചെയ്തത്? അതല്ല മറ്റെന്തെങ്കിലും നടന്നോ? ഇത് ഈ BJPയെ സംബന്ധിച്ച്, BJP ആണല്ലോ ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഡിഫെൻഡ് ചെയ്യുന്ന ഒരേ ഒരു പാർട്ടി BJP മാത്രമാണ്. BJPക്കാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് എന്താണ്, എണ്ണം ഒത്താൽ മതി, ആര് വോട്ട് ചെയ്തു എന്നുള്ള പ്രശ്നമല്ല. BJPയെ സംബന്ധിച്ചിപ്പോൾ സുരേഷ് ഗോപിയുടെ ചേട്ടൻ വോട്ട് ചെയ്തോ, ഒറ്റപ്പാലത്തെ ആലത്തൂരിലെ RSS വോട്ട് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. വോട്ടിൻ്റെ നമ്പർ കറക്റ്റ് ആയിരിക്കണം. കാരണം പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയ സ്ഥലങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ അതുപോലെ മിസ്മാച്ച് ഉണ്ടാവരുതെന്നേ ഉള്ളൂ. അവർക്ക് ഭൂരിപക്ഷം പോലും പ്രശ്നമല്ല. ഹരിയാനയിൽ ഒരു സീറ്റ് 32 വോട്ടിനാണ്. അപ്പോൾ ജയിച്ചാൽ മതി, അവർക്ക് എത്ര വോട്ടിനാണെങ്കിലും ജയിച്ചാൽ മതി, ആ എണ്ണം കറക്റ്റ് ആയിരിക്കണം, പോൾ ചെയ്ത വോട്ട് അതിൽ രേഖപ്പെടുത്തണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരം നിർണായക ക്വസ്റ്റ്യൻസിനാണ് മറുപടി വേണ്ടത്. തൃശ്ശൂർ പോലെ LDFന് ശക്തമായ ബേസുള്ള, അവിടെ CPM സ്ട്രോങ് ആണ്, തൃശ്ശൂർ ജില്ലയിൽ CPIM സ്ട്രോങ് ആണ്, കോൺഗ്രസ് സ്ട്രോങ് ആണ്. ഇത്തരം 3 പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ 3 പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ സാന്നിധ്യമുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് 50,000 കള്ളവോട്ട് ചേർത്ത് അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാമെങ്കിൽ, ചേർത്തത് 50,000 വോട്ടാണെങ്കിൽ ജയിച്ചത് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അങ്ങനെ ജയിക്കാമെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നടക്കും. ബീഹാറല്ല, ഹരിയാനയല്ല, വെസ്റ്റ് ബംഗാളല്ല, മഹാരാഷ്ട്രയിലെ ഏത് സംസ്ഥാനത്തും തൃശ്ശൂരിൽ സംഭവിക്കുമെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സംഭവിക്കുമെന്നുള്ള ജാഗ്രത
ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്ക് വേണം. ആ ജാഗ്രത ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു പേഴ്സണൽ പ്രശ്നമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നോക്കുക, കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രശ്നമാണോ ഇത്? അല്ല. കോൺഗ്രസ്സിന് ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ വീണ്ടും വരികയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു റിസർച്ച് ടീമിനെ സംബന്ധിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടെത്തി ഫ്ലാഗ് ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, ഹരിയാനയിൽ എത്ര ദിവസം കിട്ടിയത്? 22 ദിവസമാണ് കിട്ടിയത്. 22 ദിവസം കൊണ്ട് ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം 140 അസംബ്ലി മണ്ഡലങ്ങളെന്ന് കരുതുക. ഈ 140 അസംബ്ലി മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ഏതൊക്കെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്, ഏതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഓരോ ബൂത്തിലെയും ബൂത്ത് തല ഏജൻറ്റുമാർ അത് പരിശോധിച്ച് അങ്ങനെ റിപ്പോർട്ട് ക്രോഡീകരിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്? ഈ 22 ദിവസം കൊണ്ടോ 10-15 ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കരട് വോട്ടർ പട്ടിക പരമാവധി വൈകിപ്പിക്കുന്നതും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വളരെ പരമാവധി വൈകി വരുന്നതും പ്രചാരണത്തിനുള്ള സമയം വളരെ കുറഞ്ഞിരിക്കുന്നതും ഒക്കെ ഇതേ കാരണത്താൽ തന്നെയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ റഫറി ഇറങ്ങിക്കളിക്കുകയും റഫറി ഗോളടിക്കുകയും ചെയ്യുന്ന ഒരു ഫുട്ബോൾ മത്സരമാണ് എന്ന യാഥാർത്ഥ്യബോധം വോട്ട് ചെയ്യുന്നവർക്ക് ആദ്യം ഉണ്ടാവണം. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവിശ്വസിക്കണമെന്നല്ല. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കളി, ആ കള്ളക്കളി നമ്മൾ ഫ്ലാഗ് ചെയ്യണം. നമ്മൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ആ പണി ഏൽപ്പിക്കരുത്. അത് വോട്ടർമാരുടെ ജോലിയാണ്. വോട്ട് എന്നുള്ളത് നമ്മുടെ വോട്ടർമാരുടെ അവകാശമാണെങ്കിൽ, നമ്മുടെ അവകാശം കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്ലാഗ് ചെയ്യണം. നമ്മൾ അതിനെതിരെ പോരാടാൻ നോക്കണം. നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കണം. ഈ പണി നമ്മൾ രാഹുൽ ഗാന്ധിക്ക് ഔട്ട്സോഴ്സ് ചെയ്യരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. സാർ, ഇപ്പോൾ ഇന്നലെ നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നല്ലോ SIR-മായി ബന്ധപ്പെട്ട്. SIR-ൽ ഇരട്ട വോട്ട് തടയാനുള്ള സംവിധാനമൊന്നുമില്ല എന്നുള്ളത്. അതിന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിശദീകരണമൊക്കെ നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും ഇരട്ട വോട്ട് നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുമില്ല. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഗോപാലകൃഷ്ണൻ്റെ ബൈറ്റൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ളൊരു കൊണ്ടുപിടിച്ച ശ്രമം നേരത്തെ മുതലേ നടക്കുന്നുണ്ട് കേരളത്തിലും എന്ന് തോന്നുകയല്ലേ ശരിക്കും? അല്ല, അതിലേ നിങ്ങൾക്ക് ഇരട്ട വോട്ട് എന്നുള്ളതല്ല, കള്ള വോട്ടും ചേർക്കാം എന്നതിന് സാധൂകരണം നൽകുന്ന ഒരു പ്രസ്താവനയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. എന്താ അറിയോ, രാഹുൽ ഗാന്ധി ഉന്നയിച്ചൊരു വിഷയമാണല്ലോ, 0 ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞിട്ട് കുറേ അധികം വോട്ടുകളുണ്ട് ഈ വോട്ടർ പട്ടികയിൽ. അതിന് അദ്ദേഹം കൊടുത്ത വിശദീകരണം എന്താണ്? വീടില്ലാത്ത നിങ്ങൾ അവിടെ ഇരിക്കുന്ന പത്രക്കാരോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വീടില്ലാത്ത എത്ര മനുഷ്യരുണ്ട്. കനാലിൻ്റെ കരയിൽ, ലൈറ്റ് ലാംപോളിൻ്റെ ചുവട്ടിൽ, പാലത്തിനടിയിലൊക്കെ താമസിക്കുന്ന മനുഷ്യരില്ലേ, അവർക്ക് വോട്ട് ചെയ്യണ്ടേ? എന്തൊരു സോഷ്യലിസ്റ്റാണ് ഈ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മേൽവിലാസമില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആർക്കും എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ, ആ ബൂത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സ്വാധീനമുള്ള ആൾക്ക് ഏത് പേരിലും വോട്ട് ചേർക്കാമല്ലോ. ഇതാരാണെന്ന് ചോദിച്ചാൽ ഹൗസ് നമ്പർ 0, ഈ മാത്യൂസ് ഫെറാറ എന്നോ മറ്റോ മാതിരി ഒരു പേരും ചേർക്കുക, ഹൗസ് നമ്പർ 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാരാണെന്ന് അന്വേഷിച്ച് അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നോക്കൂ, ഹോംലെസ്സായ ഭവനരഹിതരായ മനുഷ്യർ അവർക്ക് വോട്ട് ചെയ്യാൻ ഈ ജനാധിപത്യത്തിൽ അവകാശമില്ലേ എന്ന് ഇലക്ഷൻ കമ്മീഷണർ തന്നെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ പ്രസംഗിച്ചാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കള്ള വോട്ട് ചേർക്കാനും ഇരട്ട വോട്ട് ചേർക്കുവാനുമുള്ള സാധൂകരണം ഒരർത്ഥത്തിൽ ഭംഗ്യം തന്നെ അതിനുള്ള സാധൂകരണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുകയാണ്. എങ്ങനെയും ചേർക്കാമെന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹം മറുപടി പറയേണ്ട വിഷയമില്ല. ഇങ്ങനെ ഹോംലെസ് ആയ ആളുകൾ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഹോംലെസ് ആയ ആളുകൾ ഇങ്ങനെ ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അതെന്തിനാണ് ഇവിടെ തന്നെ ആവുന്നത്? അല്ലെങ്കിൽ ഇതേ പേരിൽ ഇയാൾക്ക് ഹൗസ് നമ്പർ 0 എന്നാണ് വേറെ അടുത്തും ചേർക്കാൻ പറ്റില്ലേ? അങ്ങനെ ഭവനരഹിതരായ ആളുകൾ ഇങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത്, അങ്ങനെ ഒരു നിർദ്ദേശം നമുക്കുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇല്ലാത്ത ആളുകളുടെ പേരിലും, ഇല്ലാത്ത ആളുകളുടെ പേരിലും, ജിന്നുകളുടെ പേരിലും, കശ്മീരികളുടെ പേരിലും, ബ്രസീലിയൻസിൻ്റെ പേരിലും എല്ലാം എന്ത് ചെയ്യും? അവരെല്ലാം വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികൾ അറിയുന്നത്. അതാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. പ്രസിദ്ധീകരിച്ചതിന് ശേഷം അറിയുമ്പോൾ ഫൈനൽ ലിസ്റ്റിലാണ് ഇത് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർ പോയി ചോദിക്കുകയാണ്, കളക്ടറെ, ഭരണാധികാരിയോട് പറയാൻ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, അത് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ലിസ്റ്റിലുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. മുമ്പ് വോട്ടിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോടതിക്ക് പോയി വോട്ടിംഗ് കഴിഞ്ഞിട്ട് മുമ്പ് മറ്റേ ഈ നമ്മുടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഷീർ, എറണാകുളം MLA ഉണ്ടല്ലോ, PK ബഷീർ നിയമസഭയിൽ പറഞ്ഞ സംഗതി ഉണ്ട്. എന്താണ്, വീടിന് അപേക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് കിട്ടണം, എന്ത് വേണം? വീട് വേണം. എന്ത് ചെയ്യാനാണ്? ഇതേ അവസ്ഥയാണിത്.
ഫൈനൽ ലിസ്റ്റ് വന്നു. അപ്പോൾ ഫൈനൽ ലിസ്റ്റിന് ഇങ്ങനെ കുഴപ്പമുണ്ടാകുമ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നുമില്ലേ, ഇതെന്തു ചെയ്യും? പിന്നെ ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ നേരത്തെ അജിംസ് പറഞ്ഞ ബൂത്തിലുള്ള ഈ ഏജൻറ്റുമാർ, മറ്റു പാർട്ടികളുടെ ഏജൻറ്റുമാർ ജാഗ്രത ഇരിക്കുക എന്നുള്ളത്. അതിനൊക്കെ ഒരു പരിധിയില്ലേ എല്ലായിടത്തും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളെല്ലാവരും ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആളുകളെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. ഒരു വീട്ടുടമസ്ഥൻ ഫ്ലാറ്റ് ഉടമസ്ഥൻ അറിയാത്ത 6 ആളുകൾ, നമ്മളെ മീഡിയ ആണ് അത് പുറത്തു കൊണ്ടുവരുന്നത്. ആ ഫ്ലാറ്റ് ഉടമയുടെ ആ ഫ്ലാറ്റിൽ 6 ആളുകൾ എക്സ്ട്രാ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഏതൊക്കെയോ ആളുകൾ അവിടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെയുള്ള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ CPIയുടെയോ LDFിൻ്റെയോ ഏജൻറ്റുമാർ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവരെയും അങ്ങനെ അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ. എല്ലായ്പ്പോഴും അവിടെ തന്നെ ഉള്ളവരായിരുന്നു. ലിജു നമ്മുടെ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എറണാകുളത്തെ ഫ്ലാറ്റിലൊന്നും നമ്മൾ കയറ്റില്ല. അതെ, അപ്പോൾ പോയി അന്വേഷിക്കാനൊന്നും ആർക്കും പറ്റില്ല. അതാണ് അവിടെയൊക്കെയാണ് ഈ ജിന്നുകൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് ഒട്ടകപ്പുറത്ത് വോട്ടർമാർ വരുന്നതൊക്കെ. അത് ഇതാണ് സംഭവം. കേരളത്തിൽ നോക്കൂ, ഇപ്പോൾ ഈ SIRൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭയങ്കര കോഷ്യസ് ആണല്ലോ, ഭയങ്കര ജാഗ്രതയാണ്. മുസ്ലിം ലീഗ് എന്തൊക്കെയോ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് പ്രവാസികൾക്ക് വേണ്ടി. പ്രവാസികളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ തള്ളാൻ പോകുന്നത് എന്നുള്ള ആശങ്കയുടെ പേരിൽ പ്രവാസികൾക്കിടയിൽ പ്രത്യേകമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പക്ക ഓയിൽഡ് മെഷീൻ എന്ന പോലെയുള്ള സംഘടനാ സംവിധാനമുണ്ട്. അവർ പ്രവർത്തിക്കുന്നുണ്ട്, കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ. ഇപ്പോൾ ഉള്ള വോട്ടർമാരായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള 80+ ആയിട്ടുള്ള ആളുകളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ, അത് കൃത്യമായി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തപ്പെടണം എന്നൊരു ടാർഗറ്റ് വെച്ചാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. നല്ല കാര്യം തന്നെ. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാം? ഇതല്ല, അഡീഷൻസ് വരിക എന്നുള്ളതാണ്. കേരളത്തിൽ ഡിലീഷൻ അല്ല പ്രശ്നം വരിക. എവിടെ അഡീഷൻ വരിക? എല്ലായിടത്തും വരില്ല. ഈ A ക്ലാസ് മണ്ഡലങ്ങളുണ്ടല്ലോ, A ക്ലാസ് മണ്ഡലങ്ങളിൽ വ്യാപകമായ ജിന്നുകൾ വോട്ട് ചെയ്യും. BJPയുടെ A ക്ലാസ് ഭാരതീയ ജിന്ന് പാർട്ടിയായിട്ട് അവർ വിജയിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുണ്ടല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, അവരുടെ BLAമാർ, അവരെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അവർ അഡീഷൻ്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലസ് അവരുടെ മറ്റു പ്രവർത്തകർ ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തിരക്കുകളാണ്. അതിനിടയിൽ കാര്യകർത്താക്കളും മിത്രങ്ങളും എന്ത് ചെയ്യുന്നു? ഒട്ടകപ്പുറത്ത് കാശ്മീരിൽ നിന്ന് വോട്ടർമാരെ കൊണ്ടുവരുന്നു. അങ്ങനെ വരാം. ഇപ്പോൾ ഹോംലെസ് ആയ ആളുകളെ ചേർക്കാം, ഹോംലെസ് ആയ ആളുകളെ അങ്ങനെ ചേർക്കാം. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിൽ ഏറ്റവും മാധ്യമ ശ്രദ്ധ നേടിയ തൃശ്ശൂരിൽ ഇതൊക്കെ നടക്കാമെങ്കിൽ ഈ A ക്ലാസ് മണ്ഡലങ്ങളിലെങ്കിലും ഇത് നടന്നിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, ഏതായാലും വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടൻ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും പ്രതികരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിന് കാത്തിരിക്കാം.